ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ കാലമാണല്ലോ. അപ്പോൾ മാങ്ങ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇത് അച്ചാറല്ല, അല്ലാതെയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയേക്കാൾ കൂടുതൽ അളവിൽ തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ മാങ്ങയും തേങ്ങയും കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുക്കുക, അല്ലാതെ ഒരുപാടങ്ങ് അരഞ്ഞു കൊണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മാങ്ങയും തേങ്ങയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടില്ല, കണ്ടല്ലോ. ഇനി അടുത്തായിട്ട് നമുക്കൊരു അടുപ്പിലൊരു പാൻ വെച്ച് ഒരു 6-7 മുളക് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. സാദാ മുളകാണ്. കാശ്മീരി ചില്ലി വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു 7 മുളക് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ മുളകൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്കിട്ട് കൊടുക്കേണ്ടത് കടുകാണ്. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവയുടെ നേരെ ഇരട്ടിയാണ് കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മുളകും ഉലുവയും കടുകും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. തണുക്കുമ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. നല്ലെണ്ണ ഉള്ളവർ നല്ലെണ്ണ ചേർക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഒരു 3-4 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മാങ്ങയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരണം. അപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് വരട്ടിയെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പുളി ആയതുകൊണ്ട് നല്ലതുപോലെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കൂടി പോകരുത്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക്, ഉലുവ, കടുകൊക്കെ ഇല്ലേ, അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ പൊടിയാണ് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മുളക്, ഉലുവ, കടുക് ഇതെല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക.
ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി 1-2 പൊടികൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ മുളക് പൊടി അവോയ്ഡ് ചെയ്യാം കേട്ടോ, ചേർക്കേണ്ട കാര്യമില്ല. ഇതൊരു കളറിന് വേണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് കേട്ടോ, ശർക്കര പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. എണ്ണ വേണമെന്നുള്ളവർ, കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ. ഇനി കായപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതൊന്ന് മൂത്ത് വരണം കേട്ടോ. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ മൂത്ത് കിട്ടും. ഞാനിവിടെ എണ്ണ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം നല്ല വരട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.